ആസിഡും ബേസും പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ സാൾട്ട്സ് അല്ലെങ്കിൽ ലവണങ്ങൾ എന്താണെന്ന് പറയാൻ പോവുകയാണ്. എന്താണ് ലവണങ്ങൾ? വാട്ട് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ദ റിയാക്ഷൻ ബിറ്റ്വീൻ ഡയലൂട്ടഡ് HCl ആൻഡ് സോഡിയം ഹൈഡ്രോക്സൈഡ്? അപ്പോൾ നമ്മൾ നേരത്തെ ആസിഡും പിന്നെ ആൽക്കലിയും തമ്മിൽ പ്രവർത്തിപ്പിച്ച് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ നടക്കില്ല, ഒരു വീര്യ പ്രവർത്തനം നടക്കുമെന്നൊക്കെ പറഞ്ഞു. ഒരു ആസിഡും ഒരു ആൽക്കലിയും തമ്മിൽ പ്രവർത്തിപ്പിച്ചപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു രണ്ടിൻ്റെയും ഇൻഡിവിജ്വൽ പ്രോപ്പർട്ടീസ്, സ്വാഭാവിക ഗുണങ്ങൾ നഷ്ടപ്പെട്ട് അവിടെ ഏതോ ഒരു പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായതുകൊണ്ടാണ് അത് ന്യൂട്രലായത്. എന്താണ് ആ പുതിയ പ്രോഡക്റ്റ് എന്ന് നോക്കാം. NaOH ആണ് ഒരു ആൽക്കലി, ഹൈഡ്രോക്ലോറിക് ആസിഡ് ആസിഡാണ്. അപ്പൊ NaOHും HClഉം കൂടെ റിയാക്ട് ചെയ്തപ്പോൾ അവിടെ Naയും HClClഉം കൂടെ ചേർന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ടായതാണ് NaCl എന്ന് പറയും. സോഡിയം ക്ലോറൈഡ് ആണ് അവിടെ ഉണ്ടായത്, പിന്നെ വാട്ടറുമാണ് ഉണ്ടായത്. അപ്പൊ ആ പുതിയ സബ്സ്റ്റൻസ് എന്ന് പറയുന്നത് സോഡിയം ക്ലോറൈഡ്, അതിനെ നമുക്ക് സാൾട്ട് എന്ന് വിളിക്കാം. അതാണ് അവിടെ ലവണം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു ആസിഡും ഒരു ആൽക്കലിയും കൂടെ പ്രവർത്തിക്കുമ്പോൾ ജലവും ലവണമാണ് അവിടെ ഉണ്ടാകുന്നത്, സാൾട്ടും വാട്ടറുമാണ് ഉണ്ടാകുന്നത്. അത്തരം റിയാക്ഷൻസിനെയാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. Name the product formed when the common component of an acid and the common component of an alkali combine together. അപ്പോൾ ഈ ആസിഡും ആൽക്കലിയും തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അവിടുത്തെ കോമൺ കമ്പോണന്റുകൾ ഏതൊക്കെയാണ്? അതായത് ആൽക്കലിയിലെ കോമൺ കമ്പോണന്റ് OH-, ആസിഡിലെ കോമൺ കമ്പോണന്റ് H+. അപ്പൊ ഈ രണ്ട് H+ഉം OH- അയണും കൂടെ ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതെന്നാണ് ചോദിച്ചിരുന്നത്. ഏതാണ് പ്രോഡക്റ്റ്? H+ഉം OH- കൂടെ ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത് വാട്ടർ, H2O. അതാണ് അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ഇറ്റ് ഈസ് ദ പോസിറ്റീവ് അയോൺ പ്രസന്റ് ഇൻ സോഡിയം ഹൈഡ്രോക്സൈഡ്. സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺ Na+. വിച്ച് ഈസ് ദ നെഗറ്റീവ് അയോൺ പ്രസന്റ് ഇൻ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഹൈഡ്രോക്ലോറിക് ആസിഡിലെ അയോൺ എന്ന് പറയുന്നത് Cl- അയോൺ. റൈറ്റ് ദ കെമിക്കൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ദീസ് ടു അയോൺസ്. ഇപ്പൊ ഇവിടെ പിന്നെ Na+, നേരത്തെ ഞാൻ പറഞ്ഞു സോഡിയം ഹൈഡ്രോക്സൈഡിലെ പോസിറ്റീവ് അയോൺസ് എന്ന് പറയുന്നത് Na+ അയോൺ, പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡിലെ നെഗറ്റീവ് അയോൺ Cl-. Na+ അയോണും Cl- അയോണും കൂടെ ചേർന്നുണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാണ്? NaCl. അപ്പോൾ സോഡിയം ക്ലോറൈഡ് ഈസ് എ സാൾട്ട് ഫോംഡ് ബൈ ദ റിയാക്ഷൻ ബിറ്റ്വീൻ HCl ആൻഡ് NaOH. NaOH HCl കൂടെ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ടാകുന്ന സാൾട്ട് എന്ന് വെച്ചാൽ എന്താണ് ആൻസർ? സോഡിയം ക്ലോറൈഡ്. ഇനി ന്യൂട്രലൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആസിഡ് ആൻഡ് ആൽക്കലി റിയാക്ട് ഈച്ച് അതർ ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. അപ്പൊ ന്യൂട്രലൈസേഷൻ നമുക്ക് ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യാം. ന്യൂട്രലൈസേഷൻ ഈസ് ദ പ്രോസസ് ഇൻ വിച്ച് ആസിഡ് ആൻഡ് ആൽക്കലീസ് റിയാക്ട് ടുഗദർ ടു ഫോം സാൾട്ട് ആൻഡ് വാട്ടർ. ആസിഡുകളും ആൽക്കലികളും തമ്മിൽ പ്രവർത്തിച്ച് ജലവും ലവണവും ഉണ്ടാകുന്ന പ്രവർത്തനങ്ങളെയും എന്ത് വിളിക്കാം? നിർവിരീകരണ പ്രവർത്തനം എന്ന് വിളിക്കാം. ഈ സാൾട്ട്സ് ആർ യൂഷ്വലി അയണിക് കോമ്പൗണ്ട്. ഈ ലവണങ്ങളെല്ലാം തന്നെ അയോണിക സംയുക്തങ്ങളാണ്. അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പോസിറ്റീവ് ചാർജുള്ള അയോണും ഒരു നെഗറ്റീവ് ചാർജുള്ള അയോണും തമ്മിൽ കമ്പൈൻ ചെയ്ത് ഒരു കോമ്പൗണ്ട് ഉണ്ടാകുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ അയോണിക് കോമ്പൗണ്ടുകൾ എന്ന് പറയുന്നത്. ഇവിടെ Na+ഉം Cl- ചേർന്നില്ല ഒരു കോമ്പൗണ്ട് ഉണ്ടായത്. അതുകൊണ്ട് നമുക്ക് ഈ സാൾട്ടുകൾ എന്തോന്ന് പറയാം? അയോണിക സംയുക്തങ്ങളുടെ അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയാം. ഇനി ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്തേക്കുന്നു. ഏതൊക്കെ തമ്മിലുള്ള റിയാക്ഷനാണ്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും സൾഫ്യൂരിക് ആസിഡും തമ്മിലുള്ള റിയാക്ഷൻ. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്നത് MgOH ട്വൈസ്, സൾഫ്യൂരിക് ആസിഡ് H2SO4. അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്ത് ഏത് പ്രോഡക്റ്റ് ആയിരിക്കും ഉണ്ടാകുന്നത്? ഒന്ന് വാട്ടർ, പിന്നെ എന്തായിരിക്കും ഉണ്ടാകുന്നത്? ഇവിടെ നോക്കണം. MgOH ട്വൈസിലെ Mgയുടെ ചാർജ് ഏതാണ്? പ്ലസ്, 2+ ചാർജാണ്. അതായത് OHന്റെ താഴെ കിടക്കുന്ന 2 ആണ്, Mgയുടെ മുകളിൽ എഴുതാനുള്ളത് 2+ ചാർജ്, OH-. ഇനി സൾഫ്യൂരിക് ആസിഡില് ഏതാണ്? H+ അയോൺസും SO4- അയോണും. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് എഴുതുമ്പോൾ എന്താണ് ഇത്? Mg+ഉം H2SO4 മൈനസും കൂടെ ചേർത്ത് ഒരു പ്രോഡക്റ്റ് ആക്കി എഴുതണം. Mg+ ആണല്ലോ, അതെടുത്ത് അപ്പുറത്ത് ഫില്ല് ചെയ്യുന്ന സ്ഥലത്ത് എഴുതുക Mg+SO4-. അപ്പൊ എന്തോന്നുണ്ടായി പ്രോഡക്റ്റ്? MgSO4 ആണ് ഉണ്ടായത്. മെഗ്നീഷ്യം സൾഫേറ്റ് ആണ് അവിടെ ഉണ്ടായത്. പിന്നെ OHും Hും കൂടെ ചേർന്നാണ് അവിടെ 2 മോളിക്യൂൾ വാട്ടർ, ജലവും ഉണ്ടായിരിക്കുന്നത്. ഇനി ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിൽ ഐഡന്റിഫൈ ദ സാൾട്ട്സ് ഗിവൺ ഇൻ ദ ടേബിൾ ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ് റിയാക്ട് ഫോർ ദ ഫോർമേഷൻ ഓഫ് സാൾട്ട്.
ഒരു ആസിഡ് ഒരു ആൽക്കലിയും കൂടെ ചേർന്നാണ് പിന്നെ സാൾട്ട് ഉണ്ടാകുന്നെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇവിടെ സാൾട്ടുകൾ കൊടുത്തിട്ടുണ്ട്, സാൾട്ടുടെ കെമിക്കൽ ഫോർമുലയും കൊടുത്തിട്ടുണ്ട്. ഏത് ആസിഡാണ് ഏത് ആൽക്കലി ആണെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്, എന്താണ് മെഗ്നീഷ്യം ക്ലോറൈഡ്. മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു സാൾട്ടാണ്. അപ്പൊ ഏതൊക്കെ സാൾട്ട് ഉണ്ടാവണമെങ്കിൽ ഒരു ആസിഡ് ഒരു ആൽക്കലിയും വേണമല്ലോ. അപ്പൊ ഏത് സാൾട്ട് ഏത് ആൽക്കലിയും നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് മെഗ്നീഷ്യം ക്ലോറൈഡില് ആസിഡ് എന്ന് പറയുന്നത് ക്ലോറൈഡ് സാൾട്ട് ഉണ്ടാകണമെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് തന്നെ പ്രവർത്തിക്കണം. ഒരു സാൾട്ട് ക്ലോറൈഡ് ആവണമെങ്കിൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡുമായി പ്രവർത്തിക്കണം. സൾഫേറ്റ് ആവണമെങ്കിൽ അത് സൾഫ്യൂരിക് ആസിഡുമായി പ്രവർത്തിക്കണം. നൈട്രേറ്റ് സാൾട്ട് കിട്ടണമെങ്കിൽ അത് നൈട്രിക് ആസിഡുമായി പ്രവർത്തിക്കണം. ഫോസ്ഫേറ്റ് സാൾട്ട്, ഇതെല്ലാം സാൾട്ടുകളാണ്. സാൾട്ടുകൾ കോമൺ ആയിട്ടുള്ളത് ക്ലോറൈഡുകളെ നമുക്ക് സാൾട്ട് എന്ന് വിളിക്കാം, സൾഫേറ്റുകളെ സാൾട്ട് എന്ന് വിളിക്കാം. പിന്നെ നൈട്രേറ്റിൽ അവസാനിക്കുന്നതെല്ലാം സാൾട്ട് എന്ന് വിളിക്കാം. ഫോസ്ഫേറ്റിൽ അവസാനിക്കുന്നതെല്ലാം സാൾട്ട് എന്ന് വിളിക്കാം. അപ്പോൾ ഈ സാൾട്ടുകൾ കാർബണേറ്റുകൾ സാൾട്ട് എന്ന് വിളിക്കാം. അപ്പൊ ഈ സാൾട്ട് എന്ന് പറയുന്നത് ഒരു ആസിഡ് ഒരു ആൽക്കലിയും കൂടെ ചേർന്നാണ് ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ പിന്നെ ഏത് ആസിഡ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഇപ്പോൾ പഠിച്ച്, ക്ലോറൈഡ് ആണെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്, സൾഫേറ്റ് ആണെങ്കിൽ സൾഫ്യൂരിക് ആസിഡ്, നൈട്രേറ്റ് ആണെങ്കിൽ നൈട്രിക് ആസിഡ്, ഫോസ്ഫേറ്റ് ആണെങ്കിൽ ഫോസ്ഫോറിക് ആസിഡ്. ഇനി ആൽക്കലിയാണ് കണ്ടുപിടിക്കേണ്ടത്. ആൽക്കലികൾ എന്ന് പറയുന്നത് ഇപ്പം മെഗ്നീഷ്യം ക്ലോറൈഡ്. അപ്പോൾ ഒരു ആൽക്കലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, കോമൺ ഫാക്ടർ OH ആണല്ലോ. അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെ OH ചേർത്ത് എഴുതുമ്പോൾ അത് ആൽക്കലിയായി. കാൽസ്യത്തിൻ്റെ OH ചേർക്കുമ്പോൾ അത് അതിൻ്റെ ആൽക്കലി, കാൽസ്യം അതിൻ്റെ ആൽക്കലിയായി. അപ്പോൾ അങ്ങനെ എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെഗ്നീഷ്യം ക്ലോറൈഡ്, ആസിഡ് ഏതാണ്? HCl. അപ്പോൾ ആൽക്കലി ഏതായിരിക്കും? മെഗ്നീഷ്യത്തിന്റെ ഹൈഡ്രോക്സൈഡ്. ആൽക്കലിയിലെ കോമൺ ഫാക്ടർ OH ആണല്ലോ, അപ്പോൾ OH കൂടെ ചേർത്ത് എഴുതിയാൽ MgOH twice. ഇനി കാൽസ്യം സൾഫേറ്റ്, നേരത്തെ പറഞ്ഞല്ലോ, സൾഫേറ്റ് എന്ന് പറയുമ്പോൾ ആസിഡ് ഏതായിരിക്കും? സൾഫ്യൂരിക് ആസിഡ് H2SO4. ആൽക്കലി ഏതായിരിക്കും? ആൽക്കലി എന്ന് പറയുമ്പോൾ OH ചേർത്ത് വരണം. അപ്പം കാൽസ്യം ഹൈഡ്രോക്സൈഡ് COH twice. ഇനി അലൂമിനിയം സൾഫേറ്റ്. അലൂമിനിയം സൾഫേറ്റ് എന്ന് പറയുമ്പോൾ സൾഫേറ്റ് ആണ് വന്നത്, അപ്പോൾ ആസിഡ് ഏതായിരിക്കും? സൾഫ്യൂരിക് ആസിഡ് ആയിരിക്കും H2SO4. ആൽക്കലി എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? പിന്നെ മെറ്റൽ അലൂമിനിയം. അലൂമിനിയത്തിന്റെ ഹൈഡ്രോക്സൈഡ്, അപ്പോൾ AlOH ത്രൈസ് എന്ന് അവിടെ എഴുതണം ആൽക്കലിയുടെ ഭാഗത്ത്. ഇനി സോഡിയം നൈട്രേറ്റ്, നൈട്രേറ്റ് ആണ് വന്നേക്കുന്നത് സാൾട്ട്. അപ്പോൾ ഏത് ആസിഡ് ഉപയോഗിക്കണം? HNO3 നൈട്രിക് ആസിഡ് ഉപയോഗിക്കണം. ഇനി ആൽക്കലി ഏതാണ്? സോഡിയത്തിന്റെ ആൽക്കലി NaOH. ഇനി പൊട്ടാസ്യം ഫോസ്ഫേറ്റ്. പൊട്ടാസ്യം ഫോസ്ഫേറ്റ് പറയുമ്പോൾ ഫോസ്ഫോറിക് ആസിഡ് ആണ് അവിടെ ഉപയോഗിക്കുന്നത്. H3PO4 എന്നാണ് ഫോസ്ഫോറിക് ആസിഡിന്റെ കെമിക്കൽ ഫോർമുല. H3PO4 ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ ഏത് ആൽക്കലി ആയിരിക്കും? പൊട്ടാസ്യം ഇവിടെ തന്നിരിക്കുന്ന പൊട്ടാസ്യത്തിന്റെ ആൽക്കലി KOH. അപ്പോൾ ഇങ്ങനെയാണ് ആസിഡ് ആൽക്കലി കണ്ടുപിടിക്കുന്നത്. ഇനി സാൾട്ട്സ് ഡിസോസിയേറ്റ് ഇൻടു പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് വെൻ ഡിസോൾവ്സ് ഇൻ വാട്ടർ ഓർ വെൻ മെൽറ്റഡ്. ഈ സാൾട്ടുകൾ വെള്ളത്തിൽ ലയിക്കുമ്പോഴോ ഉരുകുമ്പോഴോ ഒക്കെ എന്തോന്നായിട്ട് മാറും? പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസ് ആയിട്ട് മാറും. The name and symbol of some positive ions and negative ions are given in the table. ടേബിളിൽ കുറച്ച് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കി മനസ്സിലാക്കണം. അത് പൊട്ടാസ്യം അയോൺ, സിങ്ക് അയോൺ ഇതൊക്കെ കണ്ടോ? പൊട്ടാസ്യം അയോൺ എന്ന് പറയുമ്പോൾ ഇതെല്ലാം എന്താണ്? മെറ്റൽസ് ആണ്. മെറ്റൽസ് ലോഹങ്ങളാണ്. ലോഹങ്ങളുടെ ചാർജ് ഞാൻ നേരത്തെ പറഞ്ഞു പോസിറ്റീവ് ചാർജാണ്, എല്ലാത്തിൻ്റെയും പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ അത് നോക്കി വെച്ചേക്കണം. നിങ്ങൾക്ക് ഇനി അയോൺസുകൾ കണ്ടുപിടിക്കാൻ എളുപ്പത്തിന് വേണ്ടിയാണ് ഇത് പഠിക്കാൻ പറഞ്ഞിരിക്കണം. പൊട്ടാസ്യം K+, സിങ്കിന്റെ സിമ്പിൾ എന്താണ്? Zn. സിങ്കിന്റെ മുകളിൽ 2+ ആണ് എഴുതുന്നത്, സിങ്ക് 2+. ഫെറസ് Fe2+, ഫെറിക് Fe3+, കുപ്രസ് Cu+, കുപ്രിക് Cu2+, അമോണിയം അതിന്റെ സിമ്പിൾ NH4 ആണ്, അത് പ്ലസ്. മാംഗനസ് Mn2+. ഇനി അതുപോലെ നെഗറ്റീവ് അയോൺസുകളാണ് ഈ കൊടുത്തേക്കുന്നത്. അതായത് OH വരുന്നത് അതെല്ലാം നെഗറ്റീവ് ആയിരിക്കും. OH. കാർബണേറ്റ് വരുന്നതെല്ലാം നെഗറ്റീവ് ആയിരിക്കും, CO3 2-. ബൈകാർബണേറ്റ് ബൈകാർബണേറ്റ് എന്ന് പറയുമ്പോൾ CO3യുടെ ലെഫ്റ്റ് സൈഡിൽ ഒരു H കൂടെ വരും. H കൂടെ ചേർക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന ബൈകാർബണേറ്റ്, അതെല്ലാം മൈനസ് ആയിരിക്കും. നൈട്രേറ്റ് NO3-. സൾഫേറ്റ് SO4 2-. ബൈസൾഫേറ്റ് എന്ന് പറയുമ്പോൾ HSO4 -. പിന്നെ ഫോസ്ഫേറ്റ് PO4 3- ആണ്.
ഇനി ഡൈഹൈഡ്രജൻ ഫോസ്ഫേറ്റ് അയോൺ H2PO4 മൈനസ്. അപ്പോൾ ഇതെല്ലാം മൈനസ് അയോണുകളും പ്ലസ് അയോണുകളും നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ടേബിൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ 2 പ്ലസും പ്ലസും ഒക്കെ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇനി നമുക്ക് കുറച്ചുകൂടെ അത് നോക്കുമ്പോൾ മനസ്സിലാവും. അത് താഴെ വേറൊരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. The name of few salts and their chemical formula are given in the table. Complete the table adding names of more salts and write the positive ions and negative ions. നമുക്ക് സോഡിയം ക്ലോറൈഡ് അത് കണ്ടുപിടിക്കാൻ അറിയാലോ. പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും, Na പ്ലസ് അയോണും Cl മൈനസ് അയോണും. മെഗ്നീഷ്യം സൾഫേറ്റ് മെഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ മെഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്ന് പറയുന്നത് 2 ആണ്. അതായത് അതിൻ്റെ അറ്റോമിക് നമ്പർ അനുസരിച്ച് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി നോക്കിയാണ് വാലൻസ് കണ്ടുപിടിക്കുന്നത്. Mg12 ആണ് അറ്റോമിക് നമ്പർ. അപ്പോൾ 2, 8, 2 ആണ് അതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. അപ്പോൾ 2, 8, 2. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 2 ഇലക്ട്രോൺ. അപ്പോൾ അതിൻ്റെ തൊട്ട് ഉള്ളിലുള്ള ഷെല്ലാണ് 8 ഇലക്ട്രോൺ. അപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 8 ആകാൻ വേണ്ടി ആ വെളിയിലുള്ള 2 ഇലക്ട്രോൺസിനെ അത് അതുമായി കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റിന് വിട്ടുകൊടുക്കും. അപ്പോൾ അങ്ങനെ ആ 2 ഇലക്ട്രോൺ പോകുന്നത് കൊണ്ട് നമുക്ക് ആ ഇലക്ട്രോൺ നെഗറ്റീവ് ചാർജ് പോയതുകൊണ്ട് അതിലുള്ള പോസിറ്റീവ് ചാർജിൻ്റെ എണ്ണമാണ് കൂടുതൽ. അതുകൊണ്ടാണ് 2+, Mg2+. അന്ന് മോളിൽ എഴുതണം ആ 2 അങ്ങനെയാണ് വന്നത്, Mg2+. SO4 എന്ന് പറയുന്ന സൾഫേറ്റ് ഗ്രൂപ്പിന് എപ്പോഴും 2- ആയിരിക്കും. അതായത് Mgയുടെ 2+ഉം SO4ൻ്റെ 2-ഉം ആ രണ്ടിൻ്റെയും കൂടെ ഓക്സിഡേഷൻ നമ്പറുകളെന്നാണ് ഇതിനെ പറയുന്നത്. ഇത് രണ്ടും കൂടെ കൂട്ടിക്കിട്ടുന്ന തുകയെന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കണം. ഒരു കോമ്പൗണ്ടിൽ എപ്പോഴും അങ്ങനെയാണ്. ഓക്സിഡേഷൻ നമ്പറുകളുടെ ആകെ തുകയെന്ന് പറയുന്നത് 0 ആയിരിക്കണം. അപ്പോൾ Mg2+ ആണെങ്കിൽ സ്വാഭാവികമായി SO4 എന്തായിരിക്കും? 2- ആയിരിക്കും. കാൽസ്യം കാർബണേറ്റ് CaCO3 അതങ്ങനെ എഴുതും. കാൽസ്യത്തിൻ്റെ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പർ 20 ആണ്. 20 വരെയുള്ള അറ്റോമിക് നമ്പർ പഠിച്ചാലേ അത് പറയാൻ പറ്റുള്ളൂ. 20 കാൽസ്യം. അപ്പോൾ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 2, 8, 8, 2 എന്നാണ്. അപ്പോൾ അതിൻ്റെ ഔട്ടർമോസ്റ്റ് ഷെല്ല് 2 ഇലക്ട്രോണാണ്. അപ്പോൾ അതിൻ്റെ തൊട്ടുള്ളിലുള്ള 8 ആ ഷെല്ല് വെളിയിൽ വരാൻ വേണ്ടി ആ 2 ഇലക്ട്രോൺസിനെ അതുമായി കമ്പൈൻ ചെയ്യുന്ന എലമെൻറ്റിന് വിട്ടുകൊടുക്കും. അങ്ങനെയാണ് Ca2+ വന്നത്. Ca2+ഉം CO3 2-. അപ്പോൾ അതുപോലെ ഉള്ള കോമ്പൗണ്ടുകൾ എഴുതി അയോൺസുകൾ കണ്ടുപിടിക്കാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്തത്, വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് NaCl. ഇപ്പോൾ NaCl എടുക്കുകയാണെങ്കിൽ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് NaCl. അതായത് NaCl എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര മോളിക്യൂൾ പോസിറ്റീവ് അയോൺ ഉണ്ട്? വേറെ Na എന്ന് മാത്രമേ നമ്മൾ എഴുതുന്നുള്ളൂ. അപ്പോൾ ഒരു പോസിറ്റീവ് അയോൺ Na+ അയോൺ മാത്രം. Cl ആണെങ്കിൽ ഒരു മൈനസ് അയോൺ മാത്രം. വാട്ട് വുഡ് ബി ദ സം ഓഫ് ദ ചാർജസ് ഓഫ് ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് NaCl. നേരത്തെ പറഞ്ഞ പോലെ തന്നെ NaCl എന്നൊരു കോമ്പൗണ്ട് എടുക്കുകയാണെങ്കിൽ എന്നയുടെ അയോൺസിൻ്റെ എണ്ണവും ക്ലോറിൻ്റെ അയോൺസിൻ്റെ എണ്ണവും കൂടെ കൂട്ടുമ്പോൾ എന്ത് കിട്ടണം? 0 ആയിരിക്കണം. അതിൽ രണ്ടിനെയും കൂടെ ചാർജുകൾ തമ്മിൽ കൂട്ടുമ്പോൾ എപ്പോഴും 0 ആയിരിക്കണം. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എന്നയുടെ പ്ലസ് ചാർജും Clന്റെ മൈനസും കൂടെ കിട്ടുമ്പോൾ എന്താണ് അതിൻ്റെ സം എന്ന് പറയുന്നത്? 0. ഇനിയും അടുത്ത വേറൊരു എക്സാമ്പിൾ പറയുന്നു. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് അയോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് MgCl2. ഇപ്പോൾ MgCl2 എന്ന് പറയുമ്പോൾ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ഇൻ Mgയുടെ പോസിറ്റീവ് അയോൺസ് ആരാണ്? MgCl2ൻ്റെ പോസിറ്റീവ് മോളിക്യൂൾ ഏതാണ്? പോസിറ്റീവ് അയോൺസ് ഉള്ള എലമെൻ്റ് ഏതാണ്? Mg ആണ്. ഏതൊരു മെറ്റലായതുകൊണ്ട് Mgയുടെ ഫസ്റ്റ് ചാർജ്. Mg ഞാൻ പറഞ്ഞു 2, 8, 2 ആണ് അതിൻ്റെ വാലൻസി എന്ന് പറയുന്നത്. കെമിക്കൽ റിയാക്ഷൻ പങ്കെടുക്കുമ്പോൾ ലൂസ് ചെയ്യുന്ന ഇലക്ട്രോൺസിൻ്റെ എണ്ണം അല്ലെങ്കിൽ ഗെയിൻ ചെയ്യുന്ന ഇലക്ട്രോണിൻ്റെ എണ്ണമാണ് അതിൻ്റെ വാലൻസി. അപ്പോൾ Mg 2 ഇലക്ട്രോൺ യൂസ് ചെയ്യുന്നതുകൊണ്ട് Mg2+ ആണ് അതിന് വരുന്നത്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് നെഗറ്റീവ് അയോൺസ് ഇൻ എ മോളിക്യൂൾ ഓഫ് MgCl2. എത്ര? Mg2+ ആണ്. അപ്പോൾ Cl എന്ന് പറയുന്നത് ക്ലോറിനാണ്. 2 ക്ലോറിൻ ആറ്റം ഉണ്ടല്ലോ. അപ്പോൾ Clന്റെ മോളിൽ 2 അല്ല എഴുതേണ്ടത്. ക്ലോറിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 17 അറ്റോമിക് നമ്പറുള്ള എലമെൻ്റാണ്. 2, 8, 7 ആണ് ക്ലോറിൻ്റെ ഇലക്ട്രോൺ വിന്യാസം. അപ്പോൾ 7 ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ വന്നാൽ 8 ആകാൻ ഇത്ര എണ്ണം വേണം? ഒരെണ്ണം. അപ്പോൾ ക്ലോറിൻ്റെ വാലൻസി എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ Cl ഒരു ഇലക്ട്രോൺ സ്വീകരിക്കുന്നതുകൊണ്ട് അതിന് മൈനസ് ചാർജ്. അപ്പം -1 ആണ് Clന്റെ മോഡിൽ വരാനുള്ളത്. പക്ഷേ അതിൻ്റെ 2 ആറ്റങ്ങളുള്ളതുകൊണ്ട് 2 മൈനസ് ചാർജ് ഉണ്ട്. അപ്പോൾ 2+ഉം 2-ഉം.
അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ സം എത്രയാണ്? എം ജിയുടെ മോളിൽ 2+. സി എൽ എന്ന് പറഞ്ഞാൽ 2 ആറ്റം ഉണ്ട്, 2Cl മൈനസ്. അപ്പം -2 +2 കൂടെ ആകുമ്പോൾ 0. അപ്പോൾ സാൾട്ട്സ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കലി ന്യൂട്രലാണ്. ദ സം ഓഫ് ദ ചാർജസ് ഓഫ് ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ സാൾട്ട് വിൽ ബി 0. അതായത് സാൾട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാൾട്ടുകളെല്ലാം തന്നെ നിർവീര്യ വസ്തുക്കളാണ്. സാൾട്ട്സ് ആർ ഇലക്ട്രിക്കലി ന്യൂട്രൽ, വൈദ്യുതപരമായി നിർവീര്യ വസ്തുക്കളാണ്. പിന്നെ ദ സം ഓഫ് ദ ചാർജസ് ഓഫ് ദ പോസിറ്റീവ് അയോൺസ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഇൻ ദ സാൾട്ട്സ് വിൽ ബി 0. സാൾട്ടുകളിലുള്ള പോസിറ്റീവ് അയോൺസിൻ്റെയും നെഗറ്റീവ് അയോൺസിൻ്റെയും സം എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. ഒരു ലവണങ്ങളിലെ അയോണുകളുടെ ആകെത്തുക എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും, 0 ആയിരിക്കും. അതാണ് സാൾട്ടിൻ്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അതാണ് ന്യൂട്രൽ എന്ന് പറയുന്നത്. ഇനി ഒരു കെമിക്കൽ ഫോം, നമ്മളിപ്പോൾ കുറേ കെമിക്കൽ ഫോമുലകളൊക്കെ എഴുതിയല്ലോ. എങ്ങനെയാണ് ഒരു കെമിക്കൽ ഫോമുല ഉണ്ടാക്കുന്നത്? ദ മെത്തേഡ് ഓഫ് റൈറ്റിംഗ് കെമിക്കൽ ഫോമുല ഓഫ് സാൾട്ട്. അപ്പോൾ ഒരു കെമിക്കൽ ഫോമുല ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? 2 എലമെന്റ് തന്നു, നമ്മൾ എങ്ങനെ കെമിക്കൽ ഫോമുല ഉണ്ടാക്കും. അതായത് ഇപ്പം സോഡിയം ക്ലോറിനുമാണ് തന്നിരിക്കുന്നത് വെച്ചോ. അതായത് സോഡിയത്തിൻ്റെ സിമ്പൽ എന്താണ്? Na. ക്ലോറിൻ്റെ സിമ്പൽ Cl. വൈൽ റൈറ്റിംഗ് ദ കെമിക്കൽ ഫോമുല, നമ്മൾ കെമിക്കൽ ഫോമുല എഴുതുമ്പോൾ ഫസ്റ്റ് റൈറ്റ് ദ സിമ്പൽ ഓഫ് ദ പോസിറ്റീവ് അയോൺ ആൻഡ് ദെൻ ദ സിമ്പൽ ഓഫ് ദ നെഗറ്റീവ് അയോൺ. അപ്പോൾ ഒരു കെമിക്കൽ ഫോമുല എഴുതുമ്പോൾ എന്നെയും Cl ആണെങ്കിൽ ഏതിലാണ് പോസിറ്റീവ് അയോൺ? Na+, Cl-. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് പോസിറ്റീവ് അയോൺസിൻ്റെ സിമ്പൽ ആദ്യം എഴുതണം, നെഗറ്റീവ് അയോൺസിൻ്റെ സിമ്പൽ രണ്ടാമത് എഴുതണം. അപ്പോൾ ആദ്യം ഏത് എഴുതും? Na+ ആദ്യം എഴുതണം, പിന്നെ അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് Cl- എഴുതണം. അപ്പോൾ അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ റൈറ്റ് ദ നമ്പേഴ്സ് ഇൻഡിക്കേറ്റിംഗ് ദ ചാർജ് ഓഫ് ഈച്ച് അയോൺസ് സബ്സ്ക്രിപ്റ്റ്സ് ആഫ്റ്റർ ഇന്റർചേഞ്ചിങ് ദ. അതായത് നമ്മൾ ഇപ്പോൾ NaCl എന്ന് എഴുതിയതിന് ശേഷം റൈറ്റ് ദ നമ്പർ ഇൻഡിക്കേറ്റ് അതിൻ്റെ ചാർജ്. എന്നയുടെ മോളിൽ എന്താണ്? പ്ലസ്. വെറും പ്ലസ് എന്ന് എഴുതിയാൽ എന്താണ് അതിൻ്റെ നമ്പർ? 1 എഴുതുന്നതിന് പകരം നമ്മൾ 1 എഴുതുമ്പോൾ നമ്മൾ ആ നമ്പർ 1 എന്ന് എഴുതാറില്ല, വെറും പ്ലസ് എന്ന് എഴുതിയാൽ അവിടെ 1 എന്നാണ്, 1+ എന്നാണ് അതിൻ്റെ അർത്ഥം. ഇനി Cl- എന്ന് എഴുതിയാലും 1- എന്നാണ് അതിൻ്റെ അർത്ഥം. ആ നമ്പറുകൾ അതിൻ്റെ ചാർജ് കളഞ്ഞിട്ട്, അതായത് നമ്മൾ പ്ലസും മൈനസും ഒന്നും വേണ്ട, ആ നമ്പറുകളായിട്ട് ആ സിമ്പലിൻ്റെ താഴെയായിട്ട് എഴുതണമെന്നാണ് പറയുന്നത്. അപ്പം Na+1 എന്ന് പറയുമ്പോൾ ആ പ്ലസ് വേണ്ട 1 എടുത്ത് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം. എന്നയുടെ 1 എടുത്ത് Cl-ന്റെ താഴെ എഴുതണം. Cl-ന്റെ ആ -1-ലെ 1 എടുത്ത് എന്നയുടെ താഴെ എഴുതണം. എങ്ങനെ എഴുതണം? അത് ബേസ് ഇൻഡെക്സ് ആയിട്ട് എഴുതണം, അതിൻ്റെ താഴെയായിട്ട് എഴുതണം. പക്ഷെ ഇവിടെ 1 ആവുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? NaCl-ന്റെ കേസിൽ 1 ആവുകൊണ്ട് നമ്മൾ എഴുതുന്നില്ല, ആ നമ്പറുകൾ എഴുതുന്നില്ല. പക്ഷെ അതിൻ്റെ റൂൾ എന്ന് പറയുന്നത് അതാണ്, 1-ൽ കൂടുതലാണെങ്കിൽ ആ നമ്പറുകൾ എഴുതണം. സിംപ്ലിഫൈ ദ സബ്സ്ക്രിപ്റ്റ്സ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ റേഷ്യോ. ഇനി ആ നമ്പറുകൾ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് ഇപ്പം 4ഉം 2ഉം ഒക്കെയാണ് വരുന്നതെങ്കിൽ നമുക്ക് അതിനെ സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 2 കൊണ്ട് ആ 4നെ വെട്ടി 2 ആയിട്ടും 2നെ 1 ആയിട്ടും എഴുതാം. അപ്പോൾ അങ്ങനെ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാൻ പറ്റുമെങ്കിൽ അത് സിംപ്ലിഫൈ ചെയ്ത് എഴുതണം. അങ്ങനെയാണ് നമ്മളൊരു കെമിക്കൽ ഫോമുല ഉണ്ടാക്കുന്നത്. അത് മുമ്പുള്ള ചാപ്റ്ററുകളിൽ കെമിക്കൽ ഫോമുല ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. പോസിറ്റീവ് അയോൺസിൻ്റെ സിമ്പൽ ആദ്യം എഴുതണം, നെഗറ്റീവ് അയോൺസിൻ്റെ സിമ്പൽ രണ്ടാമത് എഴുതണം. പിന്നെ അയോൺസിൻ്റെ ആ നമ്പറുകൾ ഈ 2 എലമെൻറ്റിൻ്റെയും താഴെ ഇന്റർചേഞ്ച് ചെയ്ത് എഴുതണം, പരസ്പരം മാറ്റി എഴുതണം. എന്നിട്ട് അതിന് ആ നമ്പറുകളെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ, അതിന് ലഘൂകരിക്കാൻ പറ്റുമെങ്കിൽ ലഘൂകരിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതിൽ സാൾട്ടുടെ കെമിക്കൽ ഫോമുലയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നോക്ക്, ഇവിടെ Mg2+ വിത്ത് ഫോസ്ഫേറ്റ് അയോൺ ആൻഡ് കാർബണേറ്റ് അയോൺ, ഒരു കുറച്ച് പോസിറ്റീവ് അയോൺസും നെഗറ്റീവ് അയോൺസും ടേബിളിൽ കൊടുത്തേക്കുന്നത് നോക്കൂ. എന്തൊക്കെയാണ്? റൈറ്റ് ദ നെയിം ആൻഡ് കെമിക്കൽ ഫോമുല ഓഫ് ദ മാക്സിമം പോസിബിൾ സാൾട്ട്സ് ഫോംഡ് ബൈ ദ. പോസിറ്റീവ് അയോൺ Ca2+, അമോണിയം NH4+. അത് വെച്ച് നെഗറ്റീവ് അയോൺസ് കൊണ്ട് ഉണ്ടാക്കാവുന്ന സാൾട്ടുകൾ മാക്സിമം ഉണ്ടാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കാൽസ്യം വെച്ചുകൊണ്ട് എന്തൊക്കെ സാൾട്ട് നമുക്ക് ഉണ്ടാകാം? കാൽസ്യം ക്ലോറൈഡ് ഉണ്ടായിക്കൂടെ, ക്ലോറൈഡ്. പിന്നെ കാൽസ്യം സൾഫേറ്റ് ഉണ്ടാക്കാം, പിന്നെ കാൽസ്യം ഫോസ്ഫേറ്റ് ഉണ്ടാക്കാം. അതുപോലെ അമോണിയം വെച്ചും
അമോണിയം ക്ലോറൈഡ്, അമോണിയം സൾഫേറ്റ്, അമോണിയം ഫോസ്ഫേറ്റ് അതെല്ലാം അതിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതണം. അതായത് Ca2+. അങ്ങനെ കാൽസ്യം ക്ലോറൈഡിൻ്റെ കെമിക്കൽ ഫോമിൽ എഴുതും. Ca ആദ്യം എഴുതണം, Cl അതിൻ്റെ തൊട്ട് അടുത്തതായിട്ട് എഴുതണം. ഇപ്പോൾ CaCl എഴുതിയിട്ട് Cയുടെ മോളിലുള്ള ചാർജ് എത്രയാണ്? 2+. Clൻ്റെ മോളിൽ -1 അല്ലേ ഉള്ളൂ. അപ്പോൾ Cl2 എടുത്ത് Clൻ്റെ താഴെ എഴുതണം. അപ്പോൾ CaCl2. Clൻ്റെ -1 ആവുകൊണ്ട് Cയുടെ താഴെ എഴുതേണ്ട ആവശ്യം ഉണ്ടായില്ല. CaCl2 ആണ് അതിൻ്റെ ഇക്വേഷൻ. ഇനി CaSO4 എങ്ങനെ എഴുതും? Ca2+, SO4 2-. അപ്പോൾ എങ്ങനെ എഴുതും? Cയുടെ താഴെ സൾഫേറ്റിൻ്റെ മുകളിലുള്ള 2, സൾഫേറ്റിൻ്റെ താഴെ Cയുടെ മുകളിൽ എഴുതിയിരിക്കുന്ന 2, അപ്പോൾ രണ്ടും Ca2SO4 2 എന്നാവും. അപ്പോൾ എന്താണ് പറഞ്ഞേക്കുന്നത്? അതിന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യണമെന്നാണ്. അപ്പോൾ ഈ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ എന്തെന്ന് എഴുതാം? വെറും CaSO4 എന്ന് മാത്രമാണ് അതിൻ്റെ കെമിക്കൽ ഫോമിൽ. ഇനി കാൽസ്യം ഫോസ്ഫേറ്റ് എങ്ങനെ കെമിക്കൽ ഫോമിൽ എഴുതും? Ca ആദ്യം എഴുതുക, PO4 അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് എഴുതുക. എന്നിട്ട് Cയുടെ മുകളിലുള്ള 2 PO4ൻ്റെ താഴെ എഴുതണം. അപ്പോൾ ഈ PO4 എഴുതുന്ന സമയത്ത് PO4 ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൻ്റെ വെളിയിൽ വേണം 2 എഴുതാൻ. എന്നിട്ട് PO4ൻ്റെ മുകളിൽ കിടക്കുന്ന 3 Cയുടെ താഴെ എഴുതണം. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കെമിക്കൽ ഫോമിൽ എങ്ങനെ എഴുതും? Ca3PO4 twice ആണ് കാൽസ്യം ഫോസ്ഫേറ്റിൻ്റെ കെമിക്കൽ ഫോമിൽ. അതുപോലെ മറ്റേത് എഴുതണം, അമോണിയം ക്ലോറൈഡ്. അമോണിയം ക്ലോറൈഡിൻ്റെ അമോണിയയുടെ മോളിൽ എന്താണ്? നമ്പരൊന്നുമില്ല, പ്ലസ്. ക്ലോറൈഡ് മൈനസ്. രണ്ടിൻ്റെ നമ്പരൊന്നുമില്ല. അപ്പോൾ ഒന്നായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ NH4Cl എന്ന് മാത്രം എഴുതിയാൽ മതി അമോണിയം ക്ലോറൈഡ്. ഇനി അമോണിയം സൾഫേറ്റും കൂടെ ചേർന്ന് എങ്ങനെ എഴുതും? NH4SO4. NH4ൻ്റെ മുകളിൽ 1ആണ്. അപ്പോൾ SO4ൻ്റെ താഴെ എഴുതേണ്ട ആവശ്യം ഉണ്ടായില്ല. SO4ൻ്റെ മുകളിൽ 2 മൈനസ് എടുത്ത് NH4ൻ്റെ താഴെ എഴുതണം. എന്നിട്ട് NH4 ബ്രാക്കറ്റിനകത്ത് ഈ 2 എലമെന്റ് ഒരുമിച്ച് വരുമ്പോഴത്തേക്ക് ബ്രാക്കറ്റ് ഇട്ട് വേണം അതിൻ്റെ വാലൻസി വെളിയിൽ എഴുതാൻ. NH4 twice SO4 എന്ന് എഴുതണം. ഇനി അമോണിയം ഫോസ്ഫേറ്റ് എങ്ങനെ എഴുതും? NH4 എഴുതിയിട്ട് PO4 തൊട്ടടുത്തായിട്ട് എഴുതിയിട്ട് NH4ൻ്റെ പ്ലസ് PO4ൻ്റെ താഴെ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, ഒരു പ്ലസ്സേ ഉള്ളതുകൊണ്ട് എഴുതണ്ട. PO4ൻ്റെ മുകളിലുള്ള നമ്പർ എത്രയാണ്? 3-. അതിൽ ആ 3 എടുത്ത് NH4ൻ്റെ താഴെ എഴുതണം. അപ്പോൾ NH4 ബ്രാക്കറ്റ് ഇട്ട് 3 എഴുതിയിട്ട് PO4 എഴുതുമ്പോൾ അമോണിയം ഫോസ്ഫേറ്റ്. ഇത് എഴുതി നോക്കണം. ഇങ്ങനെയാണ് പോസിറ്റീവ് അയോണും നെഗറ്റീവ് അയോണും തന്നിരുന്ന കെമിക്കൽ ഫോമിൽ എഴുതേണ്ടതില്ല. ഇനി നമ്മൾ പഠിക്കുന്നത് സാൾട്ടുകളുടെ ഉപയോഗങ്ങളും. എന്താണ് ഈ സാൾട്ടുകളുടെ ഉപയോഗങ്ങൾ? പ്രധാനമായിട്ടും വേരിയസ് എലമെന്റ്സ് ആർ റിക്വയർഡ് ഫോർ ദ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. നമ്മൾ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് അത് ഉപയോഗിക്കാറുണ്ട്. അതായത് ചെടികളുടെ വളർച്ചയ്ക്കൊക്കെ ഈ ഇതിലെ പല എലമെന്റ്സും അത്യാവശ്യമാണ്. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നമ്മൾ ചെടികൾക്ക് ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ സം സാൾട്ട്സ് ആർ ആൻഡ് യൂസ്ലെസ് ഫെർട്ടിലൈസേഴ്സ് ആർ ഗിവൺ. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സാൾട്ടുകൾ, അതായത് വളങ്ങളായി ഉപയോഗിക്കുന്ന ചില സാൾട്ടുകളുടെ പേരാണ് കൊടുത്തേക്കുന്നത്. അമോണിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ് എക്സെട്ര. അപ്പോൾ ചോദിക്കും ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്ന 2-3 സാൾട്ടുകളുടെ പേര് എഴുതാൻ. ഏതൊക്കെയാണ്? അമോണിയം സൾഫേറ്റ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം നൈട്രേറ്റ്. ഇനി ഒരു ടേബിളിൽ കുറേ സാൾട്ടുകൾ വന്നിട്ടുണ്ട്. അതിൻ്റെ യൂസ്, അതിൻ്റെ കെമിക്കൽ ഫോമുല, അതിൻ്റെ കെമിക്കൽ നെയിമൊക്കെ എഴുതണം. നോക്കൂ, ഇതിൻ്റെ കോമൺ നെയിമാണ് അവിടെ തന്നിരിക്കുന്നത്. ടേബിൾ സാൾട്ട് എന്ന് പറയുന്നത് ഏതിനെയാണ്? സോഡിയം ക്ലോറൈഡിനെയാണ് ടേബിൾ സാൾട്ട് എന്ന് പറയുന്നത്. കറിയുപ്പ് എന്ന് പറയും, സോഡിയം ക്ലോറൈഡ്. അതിൻ്റെ കെമിക്കൽ ഫോമുല NaCl. അപ്പോൾ പ്രധാനമായിട്ട് അതിൻ്റെ യൂസ് എന്തായിരിക്കും? നമുക്കറിയാം, ഗീവ് ടേസ്റ്റ് ഫുഡ്. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് രുചി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ടേബിൾ സാൾട്ട് അല്ലെങ്കിൽ കറിയുപ്പ് ഉപയോഗിക്കുന്നത്. പിന്നെ ഫ്രീസിംഗ് മിക്സ്ചർ ഉണ്ടാക്കാൻ വേണ്ടിയും, പിന്നെ എന്താണ് ശീതമിശ്രിതം എന്ന് പറയുന്നു, അതുണ്ടാക്കാൻ വേണ്ടിയും എന്തോന്ന് ഉപയോഗിക്കുന്നു? ടേബിൾ സാൾട്ട് ഉപയോഗിക്കുന്നു. അപ്പം മേക്കിംഗ് ഓഫ് ഫ്രീസിംഗ് മിക്സ്ചർ ആൻഡ് ന്യൂ ടേസ്റ്റ് ഫുഡ് ആണ് ടേബിൾ സാൾട്ട്. ഇനി സിൽവൈൻ എന്നറിയപ്പെടുന്ന കെമിക്കൽ ഏത്? അല്ലെങ്കിൽ മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നറിയപ്പെടുന്ന കെമിക്കൽ ഏത്? ഏതാണ്? മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാസ്യം ക്ലോറൈഡ്. അതിൻ്റെ കെമിക്കൽ ഫോമുല എന്ന് പറയുന്നത് KCl. പൊട്ടാസ്യം ക്ലോറൈഡ് എന്ന് പറയുന്നത് നമ്മൾ ഇന്ദുപ്പ് എന്ന് പറയും. അതായത്
ബ്ലഡ് പ്രഷറുള്ള പേഷ്യൻസിന് സോഡിയം ക്ലോറൈഡിന് പകരം ഉപയോഗിക്കും KCl. അതാണ് പൊട്ടാസ്യം ക്ലോറൈഡിന്റെ ഗീവ് ബ്ലഡ് പ്രഷർ പേഷ്യൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് സോഡിയം ക്ലോറൈഡ്. പിന്നെ ഇത് മോളിൽ പറഞ്ഞ പോലെ ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കും. KCl ഫെർട്ടിലൈസർ ആയിട്ട് ഉപയോഗിക്കും. പിന്നെ ഈ ബ്ലഡ് പ്രഷർ പേഷ്യൻറ്റിനും കൊടുക്കും. പിന്നെ ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത് തുരിശ്, അതായത് നീല കളറാണ്, കോപ്പർ സൾഫേറ്റ്. അത് പ്രധാനമായിട്ടും ഫംഗിസൈഡ്സ് ആയിട്ടാണ്, കുമിൾ നാശിനിയായിട്ടാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കും. ഇലക്ട്രോലൈറ്റ് ആയിട്ട് നമ്മൾ പിന്നെ ഇലക്ട്രോലൈസിസ് ഉള്ള എക്സ്പെരിമെന്റുകളിൽ ഇലക്ട്രോലൈറ്റ് ആയിട്ട് ഉപയോഗിക്കും ബ്ലൂ വിട്രിയോൾ, കോപ്പർ സൾഫേറ്റ്. ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞാൽ സോഡാപ്പൊടി, നമ്മൾ ഉപയോഗിക്കുന്ന സോഡാപ്പൊടിയാണ്. അതിന് സോഡിയം ബൈകാർബണേറ്റ് ആണ് അതിന്റെ കെമിക്കൽ നെയിം. അതിന്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് NaHCO3, സോഡിയം ബൈകാർബണേറ്റ്. അത് ഫോർ മേക്കിംഗ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ ഉണ്ടാക്കാൻ വേണ്ടിയാണ്, ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ ഈ ബേക്കിംഗ് സോഡ ഉപയോഗിക്കുന്നത്. ഫോർ മേക്കിംഗ് ബേക്കിംഗ് പൗഡർ. പിന്നെ വാഷിംഗ് സോഡ ഉണ്ട്. വാഷിംഗ് സോഡ എന്ന് പറഞ്ഞാൽ അലക്കുകാരം എന്ന് പറയും മലയാളത്തിൽ, അലക്കുകാരം. അത് സോഡിയം കാർബണേറ്റ് ആണ്. സോഡിയം കാർബണേറ്റ് പിന്നെ എന്ന് പറയുന്നത് Na2CO3, അതാണ് സോഡിയം കാർബണേറ്റ്. ഈ ഗ്ലാസ് നിർമ്മാണത്തിലൊക്കെ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് സോഡിയം കാർബണേറ്റ് ആണ്. പിന്നെ ഫയർ എക്സ്റ്റിംഗ്വിഷർ ഉണ്ടാക്കാൻ വേണ്ടിയും സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ അഗ്നിശമനി ഉണ്ടാക്കാൻ വേണ്ടിയും സോഡിയം കാർബണേറ്റ് ഉപയോഗിക്കും. ഫയർ എക്സ്റ്റിംഗ്വിഷറിന് മാനുഫാക്ചർ ഓഫ് ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കും. പിന്നെ ജിപ്സത്തിന്റെ കെമിക്കൽ നെയിം എന്ന് പറയുന്നത് കാൽസ്യം സൾഫേറ്റ്. പ്രധാനമായിട്ട് സിമന്റ് നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. കാൽസ്യം സൾഫേറ്റ് ഫോർ മേക്കിംഗ് സിമന്റ്. അപ്പൊ ഈ ഉപയോഗങ്ങളും അതിന്റെ കെമിക്കൽ നെയിമും എല്ലാം നന്നായിട്ട് പഠിച്ചു വെക്കണം. അതിന് find the uses of salts given above and complete the table. അപ്പോഴേ ഈ ടേബിള് നിങ്ങൾ വായിച്ചു നോക്കുക, അത് കംപ്ലീറ്റ് ചെയ്ത് അതിലുള്ള കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്.